Hello everyone, welcome to Rahil's Academy. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ തന്നെയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മെത്തേഡ്സ് ഓഫ് റിസർച്ച്. അതിൽ തന്നെയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടൈപ്സ് ഓഫ് റിസർച്ചുകളാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. ഓക്കെ, എക്സാമിനേഷൻ വ്യൂ പോയിന്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. നമ്മൾ അതിനെ ഇൻഡെപ്ത് ആയിട്ട് അതിന്റെ ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോർ ആസ്പെക്ട്സുകൾ നമ്മൾ ഇന്ന് ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഐ ആം സ്റ്റാർട്ടിംഗ് ദ സെഷൻ. So, എന്താണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച്? എക്സ്പ്ലോറേറ്ററി റിസർച്ച് is a type of research conducted to explore a problem or topic when little or no information. Okay. അതായത് ഏതെങ്കിലും ഒരു മേഖലയെ പറ്റി ലിറ്റിൽ ആയിട്ടുള്ള ഇൻഫോർമേഷനോ അല്ലെങ്കിൽ നോ ഇൻഫോർമേഷനോ ഉള്ള ഏതെങ്കിലും ഒരു മേഖല ഉണ്ടാവുമല്ലോ, ആ ഒരു മേഖലയിൽ നമ്മളൊരു സ്റ്റഡി നടത്തുമ്പോൾ അതിനെ നമ്മൾ എന്ത് പറയാ, എക്സ്പ്ലോറേറ്ററി സ്റ്റഡി എന്ന് പറയുന്നത്. എക്സ്പ്ലോറേറ്ററി സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വിഷയത്തെ പറ്റി നമ്മൾ എക്സ്പ്ലോർ ചെയ്യാണ്. ആരും ഇതുവരെ ആ ഒരു മേഖല റിസർച്ച് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു വിഷയത്തെ പറ്റി ആരും ഇതുവരെ പഠിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് നമ്മൾ റിസർച്ച് ചെയ്യുമ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് റിസർച്ചിന് നമ്മൾ എന്ത് പറയാ, എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയാം. പുതിയൊരു കണ്ടുപിടുത്തമായിരിക്കും അവിടെ. അതിനെപ്പറ്റി കുറച്ച് ഇൻഫോർമേഷൻസ്, നോ ഇൻഫോർമേഷൻസ് ഇല്ലാത്തൊരു മേഖലയാണ്. അവിടേക്ക് നമ്മൾ എന്താണ്, പുതിയൊരു ഇൻഫോർമേഷൻ കണ്ടെത്താനും വേണ്ടി നമ്മൾ ആ ഒരു വിഷയത്തിന്റെ മുകളിൽ, ടോപ്പിക്കിന്റെ മുകളിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാണ്. അത് നമ്മൾ എന്ത് പറയാ, എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയാം. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ വരുന്ന ഫസ്റ്റ് പോയിന്റ്. അപ്പം എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഈസ് ഈക്വൽ ടു പ്രോബ്ലം എക്സ്പ്ലോറേഷൻ അല്ലെ. എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു പ്രശ്നത്തെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാന്നുള്ള ഒരു മീനിങ് ആണ് അവിടെ വരുന്നത്. ഓക്കെ, അതാണ് നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അതിന്റെ ക്രക്സ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്നുള്ളത്. ഓക്കെ, പിന്നെന്താണ്, ഇറ്റ് ഈസ് ദി ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് റിസർച്ച് അല്ലെ. എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുമ്പോൾ എന്താണ്, അത് റിസർച്ചിൽ വരുന്ന ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് കണക്കാക്കുന്ന റിസർച്ച് ആണ്. കാരണം എന്താണ്, ആ ഒരു മേഖലയെ പറ്റി ആരും പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ വളരെ കുറച്ച് ഇൻഫോർമേഷൻസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതെന്താണ്, അതൊരു ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് റിസർച്ച് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടെ കണക്കാക്കുന്നത്. ഓക്കെ, ഇവിടെ എന്താണ്, ഇറ്റ് ഡസ് നോട്ട് ടെസ്റ്റ് ഹൈപ്പോത്തിസിസ് അല്ലെ. അതായത് ഹൈപ്പോത്തിസിസ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ, ഒരു എസംഷൻ ആണ്. അപ്പോ ഒരു വിഷയത്തെ പറ്റി ആർക്കും ഒരു നോളജ് ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ആ ഒരു വിഷയത്തെ പറ്റി എസംഷൻ അല്ലെങ്കിൽ ഒരു ഊഹം വരെ കൊടുക്കാം. കാരണം നമ്മളൊരു വിഷയത്തെ പറ്റി ഊഹിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വിഷയത്തെ പറ്റി ബേസിക് ആയിട്ട് ഒരു ഐഡിയ ഉണ്ടാവണ്ടേ. ഇത് ഇന്നത് കാരണമായിരിക്കാം, ഇന്നത് കൊണ്ടായിരിക്കാം. പക്ഷെ ആ ഒരു മേഖലയെ പറ്റി ഒരു ഇൻഫോർമേഷനും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ ഒരു ഹൈപ്പോതെസിസ് അല്ലെങ്കിൽ ഒരു എസംഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് എന്തല്ല അവിടെ പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും എന്തല്ല, ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് റിസർച്ച് അല്ല എന്നാണ് ഈ ഒരു ഭാഗത്തിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഓക്കെ, പകരം അവർ എന്താ ചെയ്യുന്നത്, ഇറ്റ് ഹെൽപ്സ് ഇൻ ഹൈപ്പോത്തസിസ് ഫോർമുലേഷൻ അല്ലെ. അതായത് ഈ ഒരു മേഖലയെ പറ്റി പഠിച്ചു കഴിഞ്ഞാല് നമുക്ക് അവിടെ അസ്യൂം ചെയ്യാനും വേണ്ടി നമുക്ക് കുറച്ച് കാരണങ്ങൾ ആ സ്റ്റഡിയിലൂടെ കണ്ടെത്താൻ പറ്റൂലെ. അതായത് ഞാൻ സ്റ്റഡി നടത്തിയപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് അത് ഇങ്ങനെ ആകാനാണ് ചാൻസ്. അപ്പൊ വേറെ റിസർച്ചർ എന്ത് ചെയ്യും, അത് ഹൈപ്പോസിസ് ആയിട്ട് എടുക്കും. അതായത് ഇന്നതാവാനാ ചാൻസ്, അത് കണ്ടക്ട് ചെയ്യാനും വേണ്ടി അല്ലെങ്കിൽ ആ ഒരു ചാൻസിനെ ഇവാലുവേറ്റ് ചെയ്യാനും വേണ്ടി വേറെ റിസർച്ച് കണ്ടക്ട് ചെയ്യും. അപ്പോ എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുമ്പോൾ അവർ ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യുന്നില്ല, പകരം അവർ എന്താ ചെയ്യുന്നത്, ഒരു ഹൈപ്പോത്തിസിസ് കണ്ടെത്തുകയാണ്, ഒരു എസംഷൻ കണ്ടെത്തുകയാണ് അല്ലെ. അതാണ് ഈ പറയുന്ന ഇറ്റ് ഹെൽപ്സ് ഇൻ ഹൈപ്പോത്തിസിസ് ഫോർമുലേഷൻ എന്നൊരു ഭാഗമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്നുള്ളത്. ഓക്കെ, പിന്നെന്താണ്, മോസ്റ്റ്ലി ക്വാളിറ്റേറ്റീവ്. ഓക്കെ, എക്സ്പ്ലോറേറ്ററി റിസർച്ചും കൂടുതലായിട്ട് എന്താണ്, ഒരു കൈൻഡ് ഓഫ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾ ഇതിന്റെ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട ഇതിന്റെ കോർ ആയിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സുകൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക. ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, അങ്ങനെ വലിയ ഒരുപാട് സമയം നമ്മൾ ഇതിൽ സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ ജസ്റ്റ് പോയിന്റ്സുകൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയത്. ഓക്കെ, ഇനി എന്താണ് ഇതിൽ വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് സ്റ്റെപ്സുകളാണ്. ഒന്നെന്താണ്, പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ. എന്താണ് പ്രോബ്ലം അല്ലെ, വാട്ട് ഈസ് ദ പ്രോബ്ലം. നമ്മള് ഏതൊരു എക്സ്പ്ലോറേറ്ററി റിസർച്ചും തുടങ്ങുന്നത് ഒരു പ്രശ്നത്തിന്റെ അടിസ്ഥാനമായിരിക്കും നമ്മളൊരു റിസർച്ച് കണ്ടക്ട് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ. ഉദാഹരണത്തിന് പറയുന്നത് ഇപ്പൊ COVID-19 ഒരു പ്രശ്നമാണ്. ഈ പ്രശ്നം ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. അതായത് ഈ COVID-19 എന്ന് പറഞ്ഞ അസുഖം
ഉള്ള മരുന്ന് ആരും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ അവിടെ ഒരു മെഡിസിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് അത് എക്സ്പ്ലോറേറ്ററി റിസർച്ച് ആണ്. അപ്പോൾ പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ എന്താണ്? COVID-19 എന്നുള്ള ഒരു അസുഖമാണ് ഇവിടെ ഒരു പ്രോബ്ലം. അതിനുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്താനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന എക്സ്പ്ലോറേറ്ററി റിസർച്ച് അല്ലെങ്കിൽ എക്സ്പ്ലോറേറ്ററി ആയിട്ടുള്ള ഒരു സയന്റിഫിക് റിസർച്ച് നമ്മളവിടെ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. പിന്നെ വരുന്നതാണ് ലിറ്ററേച്ചർ റിവ്യൂ. ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം COVID-19 ഉള്ള ഒരു മരുന്ന് കണ്ടുപിടിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന് മുന്നേ വന്നിട്ടുള്ള ഒരുപാട് അസുഖങ്ങളുണ്ട് അല്ലെ? ഈ സ്പാനിഷ് ഫ്ലൂ, ഓക്കെ, അതുപോലെ തന്നെ പോളിയോ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് അസുഖങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ അസുഖങ്ങൾ വന്ന സമയത്ത് ലോകത്ത് എങ്ങനെയാണ് ആ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്തത് എന്ന് നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് പഠിക്കുമല്ലേ. അതായത് ഇതേ സിറ്റുവേഷൻ മുന്നേ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ മുന്നേ എപ്പോഴെങ്കിലും നടന്നിട്ടുണ്ടാവുമല്ലോ ഹിസ്റ്ററിയിൽ. അപ്പൊ ആ ഒരു സ്റ്റഡിയെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ബ്ലൂ പ്രിന്റ് ആക്കിയിട്ട് നമ്മൾ ഗൈഡ് ചെയ്യുന്ന ഒരു ഗൈഡൻസ് ആക്കിയിട്ട് എടുക്കേണ്ടതാണ് ലിറ്ററേച്ചർ റിവ്യൂ. ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറയുമ്പോൾ ഈ ഒരു സെയിം വിഷയത്തിൽ മുന്നേ നടന്ന പഠനങ്ങൾ നമ്മൾ എന്ത് ചെയ്യാണ്? റെഫർ ചെയ്യാണ്. എങ്ങനെയാണ് ഈ റിസർച്ച് ചെയ്യുക? കാരണം നമുക്കൊരു ഐഡിയ വേണം അല്ലെ എങ്ങനെ ചെയ്യും എന്നുള്ളത്. അതിന് നമ്മൾ പറയാ ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറയാം. ആദ്യം പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തു, പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ലിറ്ററേച്ചർ റിവ്യൂ ചെയ്തു. പിന്നെ എന്താണ്? പ്രിലിമിനറി ഡാറ്റ കളക്ഷൻ, പൈലറ്റ് ടെസ്റ്റിംഗ് എന്ന് പറയാം. ഓക്കെ. അതായത് ഉദാഹരണത്തിന് ഇപ്പം നമുക്ക് ഇപ്പൊ COVID-19 ഒരു മെഡിസിൻ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ലോകത്തെ എല്ലായിടത്തേക്കും എന്ത് ചെയ്യണം? ഇതിന്റെ ഒരു മെഡിസിൻ നമുക്ക് എന്ത് ചെയ്യണം? ആളിലേക്ക് എത്തിക്കണം. അപ്പൊ ഒറ്റ അടിക്ക് തന്നെ നമ്മളിത് കണ്ടുപിടിച്ച ആ ഉടനെ തന്നെ നമുക്ക് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഒരു ചെറിയ ഗ്രൂപ്പ് ഓഫ് ആദ്യം നമ്മളെ ആനിമൽസിൽ നമ്മളത് ട്രൈ ചെയ്ത് നോക്കും. എന്നിട്ട് ചെറിയൊരു ഗ്രൂപ്പ് ഓഫ് ആളുകളിലേക്ക് നമ്മൾ ട്രൈ ചെയ്യും. ഇതിന്റെ ഫൈൻഡിങ്സിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? എല്ലാ ആളുകളിലേക്കും നമ്മൾ എന്ത് ചെയ്യുന്നു? അത് കൊടുക്കും. അത് നമ്മൾ പൈലറ്റ് ടെസ്റ്റിംഗ് എന്ന് പറയാം. അതായത് നമ്മുടെ മൊത്തം പോപ്പുലേഷനിൽ നിന്ന് വളരെ ചെറിയൊരു പെർസെന്റേജ് ഓഫ് പോപ്പുലേഷനിൽ നമ്മൾ ആ സ്റ്റഡി നടത്തി നമ്മൾ അതിനെ ഒന്ന് നോക്കും, അത് ചെയ്യാൻ പറ്റുമോ കാര്യങ്ങൾ എന്നുള്ളതൊക്കെ. ഓക്കെ. അതായത് പിന്നെ വരുന്ന ഡാറ്റ അനാലിസിസ്, പിന്നെ വരുന്ന ഹൈപ്പോത്തിസിസ് അല്ലെ. അതായത് പൈലറ്റ് ടെസ്റ്റിംഗിന്റെ അടിസ്ഥാനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, എസംഷൻ നമുക്ക് കൊണ്ടുവരാം അല്ലെ. അതായത് പിന്നെ ഈ കോവിഷീൽഡ് എന്നുള്ളൊരു മെഡിസിന് ആളുകളുടെ പനി കുറയാനുള്ള ഒരു റീസൺ ആയിട്ട് മാറുന്നുണ്ട്. അതെന്താണ്? ഒരു ഹൈപ്പോത്തിസിസ് ഫോർമുലേഷൻ ഒക്കെ ആയിട്ട് അവിടെ മാറുകയാണ്. പിന്നെ അതിന്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ പഠനങ്ങൾ നടത്തണം. ഇത് നമ്മൾ എന്താ പറയാ? എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയല്ലേ. ഒരു വിഷയത്തെ നമ്മൾ എന്ത് ചെയ്യാണ്? എക്സ്പ്ലോർ ചെയ്യാണ്. ഒരു പുതിയ കോൺസെപ്റ്റ്, പുതിയ ഫാക്ട്, പുതിയ സിറ്റുവേഷനൊക്കെ പറ്റി നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു സ്റ്റഡി നടത്തുമ്പോൾ എന്താണ്? എക്സ്പ്ലോറേറ്ററി റിസർച്ച് ആണ്. ഓക്കെ. ഇനി നമുക്ക് ഇത് എപ്പോഴൊക്കെയാണ് ഈ എക്സ്പ്ലോറേറ്ററി റിസർച്ച് ചെയ്യാന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒന്നെന്താണ്? വെൻ ദ പ്രോബ്ലം ഈസ് വാഗ് ഓർ അൺക്ലിയർ അല്ലെ. നമുക്കൊരു പ്രശ്നത്തെ പറ്റി വലിയൊരു ഐഡിയ ഇല്ല, അല്ലെങ്കിൽ അതെന്താണ്? അത് അൺക്ലിയർ ആകുമ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? ഈ പറയുന്ന എക്സ്പ്ലോറേറ്ററി റിസർച്ച് നമ്മൾ കണ്ടക്ട് ചെയ്യണം. അതുപോലെ തന്നെ വെൻ ലിമിറ്റഡ് ഇൻഫോർമേഷൻ, ഏതെങ്കിലും ഒരു പ്രശ്നത്തിന്റെ മുകളിൽ വളരെ ചുരുക്കം ഇൻഫോർമേഷൻസ് മാത്രമാണ് നമ്മുടെ കയ്യിലുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഈ പറയുന്ന എക്സ്പ്ലോറേറ്ററി റിസർച്ച് നമ്മൾ കണ്ടക്ട് ചെയ്യണം. അതുപോലെ വെൻ വേരിയബിൾസ് ആർ അൺനോൺ, നമുക്ക് എന്താണ് വേരിയബിൾസ് എന്ന് പറയുന്ന സമയത്ത് ഇപ്പൊ ഉദാഹരണത്തിന് COVID-19 അതിന് ഒരുപാട് വേരിയബിൾസ് ഉണ്ട്. വേരിയബിൾ എന്ന് പറയുന്ന സമയത്ത് ഏതൊക്കെ ഫാക്ടേഴ്സ് ആണോ ഒരു മനുഷ്യന് കോവിഡ് നയൻറ്റീൻ ഉണ്ടാവാനും വേണ്ടി, COVID-19 എഫക്ട് ചെയ്യാനും വേണ്ടി ആ ഒരു വ്യക്തിയിലേക്ക് വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ബാക്ടീരിയാസ് ആണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാട്ടർ ത്രൂ ആണോ? ഓക്കെ, ഇതിപ്പോ COVID-19 നമുക്ക് അറിയാം എന്താന്നുള്ളത്. പക്ഷെ നമ്മൾ ഏതെങ്കിലും ഒരു അസുഖം, നമുക്ക് ആ അസുഖത്തിന്റെ സോഴ്സ് അറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ഇതിനെ നമ്മൾ വേരിയബിൾസ് എന്ന് പറയാം. എന്താണ് ആ ഒരു അസുഖം വരാനുള്ള സോഴ്സ് എന്നുള്ളത്. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള ഒരു സോഴ്സ് നമുക്ക് അറിയാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഒരു എക്സ്പ്ലോറേറ്ററി റിസർച്ച് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ സോഴ്സ് ആദ്യം കണ്ടുപിടിക്കണം അല്ലെ. അതായത് എക്സ്പ്ലോറേറ്ററി റിസർച്ച് നമ്മൾ കൂടുതൽ കണ്ടെത്തുക വേരിയബിൾസ്, അതായത് ഒരു വൈ എന്നുള്ള ഒരു ഫാക്ടറിനെ എക്സ് എന്നുള്ള ഒരു ഫാക്ടർ ബാധിക്കുന്നുണ്ട് നമുക്ക് പറയാൻ ഉറപ്പില്ല. ഇത് എക്സ് ആണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എ ആയിരിക്കുമോ, അല്ലെങ്കിൽ ബി ആയിരിക്കുമോ ഈ വൈക്ക് റീസൺ. ഇതാണ് നമ്മൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ്, അല്ലെങ്കിൽ നമുക്ക് വേരിയബിൾസിനെ പറ്റി ഒരു ധാരണ ഇല്ലാത്ത സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന എക്സ്പ്ലോറേറ്ററി റിസർച്ച് നമ്മൾ എന്ത് ചെയ്യാണ്? കണ്ടക്ട് ചെയ്യാണ്. ഓക്കെ. പിന്നെന്താണ്? വെൻ ഹൈപ്പോത്തിസിസ് നീഡ് ടു ബി ഡെവലപ്ഡ് അല്ലെ. അതായത് ഓൾറെഡി ഹൈപ്പോത്തിസിസ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്തല്ല, അത് എക്സ്പ്ലോറേറ്ററി റിസർച്ച് അല്ല. നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റുന്ന ഇൻഫോർമേഷൻ നമ്മുടെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എക്സ്പ്ലോറേറ്ററി റിസർച്ച് അല്ല. ഇനി എക്സ്പ്ലോറേറ്ററി റിസർച്ച് നമ്മൾ എന്താ ചെയ്യുന്നത്? അവിടെ പുതിയൊരു ഹൈപ്പോത്തിസിസ് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? അവിടെ ഡെവലപ്പ് ചെയ്യാണ് അറ്റ് ദി ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് റിസർച്ച്. നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത ഒരു കാര്യമാണ്. അപ്പൊ ഇതാണ് നിങ്ങൾ ഈ എക്സ്പ്ലോറേറ്ററി റിസർച്ചിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റ്സ് എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇത് എന്ത് ചെയ്യുക? ഇതിനെ നിങ്ങളൊന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇനി എന്താ ഇതിന് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് കൂടി നമുക്ക് അതൊന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ.
യാ, അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ മെത്തേഡ്സ്. ഇതും കൂടി ഒന്ന് പറഞ്ഞു കേട്ടോ. എക്സ്പ്ലോറേറ്ററി റിസർച്ചിന്റെ മെത്തേഡ്സ് ആണ് ലിറ്ററേച്ചർ റിവ്യൂ, എക്സ്പേർട്ട് ഇന്റർവ്യൂസ് അല്ലെ, എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളുടെ ഇന്റർവ്യൂസ് നടത്തുക, അതുപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് മെത്തേഡ് ഇന്റർവ്യൂസ്, ഒബ്സർവേഷൻ, ഫോക്കസ് ഗ്രൂപ്പ് വഴി, അതുപോലെ തന്നെ കേസ് സ്റ്റഡി, പൈലറ്റ് സ്റ്റഡി. ഇതൊക്കെ നമുക്ക് അറിയുന്ന കോൺസെപ്റ്റ് ആണ്. ഞാൻ മുന്നേ ഡിസ്കസ് ചെയ്തു, അതിന്റെ മെത്തേഡ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയതാണ്. ഓക്കെ, നമ്മളിതിൽ ഒരുപാട് ടൈപ്സ് ഓഫ് മെത്തേഡുകൾ നമ്മൾ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഓരോ വീഡിയോയിൽ. ഇനി നമുക്ക് എന്താണ് എന്റെ ഒരു ജസ്റ്റ് ഒരു കോഴ്സിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. ഇത് അറിയുന്നവർക്ക് ഈ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഞാൻ UGC നെറ്റ് പേപ്പർ 1 ഒരു ക്രാഷ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉണ്ടാവും. അതായത് PYQs നോക്കുന്ന സമയത്ത് അതായത് ബേസിക്സ് ഒന്നും ഈ ഒരു വളരെ റീസെന്റ് ആയിട്ടുള്ള ഒരു 3 വർഷങ്ങളിൽ ചോദിക്കുന്നില്ല. കൂടുതൽ ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടി എന്താണ് അഡ്വാൻസ്ഡ് ആയിട്ടാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അതിന്റെ അർത്ഥം നിങ്ങൾ ബേസിക്സിൽ ഒരുപാട് ടൈം എന്ത് ചെയ്യാൻ പാടില്ല, ടൈം സ്പെൻഡ് ചെയ്യാൻ പാടില്ല. ടൈം കൂടുതലും കൊടുക്കേണ്ടത് അഡ്വാൻസ്ഡ് അതുപോലെ തന്നെ ഇൻ ഡെപ്തിലേക്കുള്ള കാര്യങ്ങൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. അപ്പൊ ഇതൊരു വലിയൊരു പ്രശ്നമാണ് UGC നെറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഈ ഒരു പ്രശ്നം പരിഹരിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഒരു കോഴ്സിന്റെ സിലബസ് ഞാൻ തന്നെ സെൽഫ് ക്രിയേറ്റ് ചെയ്തതാണ്. എങ്ങനെ ക്രിയേറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2010 മുതൽ 2026 വരെയുള്ള 16 ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പൊ എന്റെ കയ്യിലുണ്ട്. അത് നമ്മൾ അനലൈസ് ചെയ്തപ്പോൾ നമുക്ക് ഓരോ ടോപ്പിക്കിലും വളരെ റീസെന്റ് ആയിട്ട് ചോദിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സുകളെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു സിലബസ് ക്രിയേറ്റ് ചെയ്തു. അപ്പൊ ഈ സിലബസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മുടെ ക്രാഷ് കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, എങ്ങനെയാണ് ഈ ഒരു സിലബസ് നമ്മൾ കവർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ റീസെന്റ് ആയിട്ട് 2026 മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ, 2010 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യും. അതിൽ ഒരു ക്വസ്റ്റ്യൻ 1 ഉണ്ട്, അതുപോലെ തന്നെ അതിൽ 3-4 ഓപ്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ 1 പറഞ്ഞ കോൺസെപ്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. അതുപോലെ 1 ഓപ്ഷൻ 1, ഓപ്ഷൻ 2, ഓപ്ഷൻ 3, ഓപ്ഷൻ 4 ഈ 4 ഓപ്ഷനുള്ള കോൺസെപ്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസ്കസ് ചെയ്യുന്നു. അങ്ങനെ ഒറ്റ ക്വസ്റ്റ്യൻ വഴി നിങ്ങൾക്ക് എല്ലാവർക്കും 5 കോൺസെപ്റ്റ് കിട്ടുന്ന രീതിയിലായിരിക്കും ഞാൻ എൻ്റെ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫൈൻ. അപ്പോൾ ഈ 2 കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ടെസ്റ്റുകൾ, മോക്ക് ടെസ്റ്റുകൾ, ഓരോ ടോപ്പിക് വൈസും മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് മോക്ക് ടെസ്റ്റ് ഉണ്ടാവും, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. ഓക്കെ, അങ്ങനെ മൊത്തത്തിൽ പിന്നെ അതുപോലെ തന്നെ ഓവറോൾ മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. മൊത്തത്തിൽ ഞാൻ ഏകദേശം ഒരു 50 മോക്ക് ടെസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു കാര്യം, ടോപ്പിക് വൈസ് ഷോർട്ട് നോട്ട്സ്. ഓക്കെ, നിങ്ങൾ എക്സാമിനെ അടുപ്പിച്ച് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് റിവൈസ് ചെയ്യാനും വേണ്ടി വളരെ ഷോർട്ട് ആയിട്ടുള്ള ക്രിസ്പ് ആയിട്ടുള്ള നോട്ട്സുകൾ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ 24/7 ഡൗട്ട് ക്ലിയറൻസ്. ഓക്കെ, ക്ലാസ് എടുക്കുന്നതും കണ്ടക്ട് ചെയ്യുന്നതും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതൊക്കെ ഞാൻ തന്നെയാണ്. നിങ്ങൾ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നത് തന്നെയാണ്, വേറെ മിഡിൽമാനോ കാര്യങ്ങളൊന്നുമില്ല. സോ യു ക്യാൻ കോൺടാക്ട് മീ ഓൺ ദിസ് നമ്പർ. നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്നെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അവിടെ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, ക്ലാസ്സുകൾ കൂടുതലും കണ്ടക്ട് ചെയ്യുന്നത് ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ആണ്. വീക്ക്ലി 5 hours ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ 5 മണിക്കൂർ കൊണ്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന എല്ലാ തെറോ കോൺസെപ്റ്റും നമുക്ക് എന്ത് ചെയ്യണം, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കവർ ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ ഈ ക്ലാസിന്റെ PPT, PDF, അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ, ഫ്രീ ടെസ്റ്റുകളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതുവരെ ജോയിൻ ചെയ്യാത്തവർ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ച ഗ്രൂപ്പ് വഴി എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വരുന്നതാണ് എന്ത്, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്നുള്ളത്. ഓക്കെ, സോ എന്താണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്? Descriptive research is a type of research that describes the characteristics, behavior or features of a population or a phenomenon. ആ പേരിൽ തന്നെ ഉണ്ട്. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷയത്തെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യലാണ്. എക്സ്പ്ലോറേറ്ററി എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു വിഷയത്തെ കണ്ടുപിടിക്കലാണ്. ഓൾറെഡി ഉള്ള ഒരു വിഷയത്തെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് നമ്മൾ എന്ത് പറയുന്ന പേരാണെന്ത്, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പൊ ഒരു പാറ്റേൺ മനസ്സിലാകാനും വേണ്ടി, ഒരു പോപ്പുലേഷന്റെ പാറ്റേൺ മനസ്സിലാകാനും വേണ്ടി, ഒരു പോപ്പുലേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാകാനും വേണ്ടി, അവരുടെ ഭക്ഷണ രീതി മനസ്സിലാക്കാനും വേണ്ടി, അങ്ങനെ എന്താണ് ഒരു പോപ്പുലേഷന്റെ ഫീച്ചർ അല്ലെങ്കിൽ ബിഹേവിയർ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് ഇത് ഡിസ്ക്രൈബ് ചെയ്യാനും വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന റിസർച്ച് ആണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്നുള്ളത്. ഓക്കെ, അതിൽ വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടൈപ്സ് ഓഫ് റിസർച്ചുകളാണ്. ഒന്നെന്താണ്, ക്രോസ് സെക്ഷണൽ സ്റ്റഡി എന്ന് പറയും. ക്രോസ് സെക്ഷണൽ സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി കണ്ടക്റ്റഡ് അറ്റ് 1 point ഇൻ ടൈം ടു ഡിസ്ക്രൈബ് എ സിറ്റുവേഷൻ. ഓക്കെ, നമ്മൾ എന്താണ് എന്താണ് ഒരു ടൈമിൽ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നമ്മൾ ഒരു സ്റ്റഡി നടത്തുകയാണ്. അതായത് അത് കുറച്ചും കൂടി ഡീറ്റെയിൽ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ലോങ്ങിറ്റ്യൂഡിനൽ സ്റ്റഡി നമുക്ക് ആദ്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ലോങ്ങിറ്റ്യൂഡിനൽ സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷയത്തിന്റെ മുകളിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ കൺസംഷൻ പ്രാക്ടീസ്, നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഒരു വർഷത്തിൽ 3 തവണ നമ്മൾ എന്ത് ചെയ്യാണ്, സ്റ്റഡി ചെയ്യാണ്. ഓക്കെ, അതായത് പിന്നെ 3, 6, 9, 12, അതായത്
മൂന്നാമത്തെ മാസം, ഒരു വർഷത്തിൽ മൂന്നാമത്തെ മാസം ഒരു വ്യക്തി എന്തൊക്കെയാണ് വാങ്ങുന്നത്, ആറാമത്തെ മാസം എന്താ വാങ്ങുന്നത്, ഒമ്പതാമത്തെ മാസം എന്താ വാങ്ങുന്നത്, പന്ത്രണ്ടാമത്തെ മാസം എന്താ വാങ്ങുന്നത്. അതായത് ഒരൊറ്റ പോപ്പുലേഷന്റെ മുകളിൽ നമ്മൾ മൾട്ടിപ്പിൾ സ്റ്റഡി നടത്തുമ്പോൾ, അതായത് ഒരൊറ്റ പോപ്പുലേഷന്റെ മുകളിൽ നമ്മൾ മൾട്ടിപ്പിൾ സ്റ്റഡി നടത്തുമ്പോൾ അതാണ് എന്ത്, ലോങ്ങിറ്റ്യൂഡിനൽ സ്റ്റഡി. അതേ സമയത്ത് ക്രോസ് സെക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഒറ്റ ടൈമിൽ ഒരൊറ്റ പോപ്പുലേഷന്റെ മുകളിൽ ഒരു സ്റ്റഡി നടത്തുമ്പോൾ അതെന്താണ്, അത് ക്രോസ് സെക്ഷണൽ സ്റ്റഡിയാണ്. ഓക്കെ, ഞാൻ ആദ്യം ലോങ്ങിറ്റ്യൂഡിൽ പറഞ്ഞത് അപ്പം ക്രോസ് സെക്ഷൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാട്ടോ. യാ, പിന്നെന്താണ് സർവേ റിസർച്ച് ആണ്. സർവേ റിസർച്ച് എന്ന് പറയുമ്പോൾ എന്താണ്, ഡാറ്റ കളക്ടഡ് യൂസിങ് ക്വസ്റ്റ്യൻസ് ഓർ ഇന്റർവ്യൂ ടു ഡിസ്ക്രൈബ് ദ ഒപ്പീനിയൻ ഓർ ബിഹേവിയർ. ഒന്നുമില്ല, സർവേ റിസർച്ച് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ പിന്നെ ഈ ഓരോ വീടുകളിലോ ഓരോ വ്യക്തികളുടെ അടുത്തോ പോയിട്ട് നമ്മൾ എന്താണ് ഒരു ക്വസ്റ്റ്യനർ ഉണ്ടാവും അല്ലെ, നമുക്ക് ഒരു 20 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ നമ്മൾ അവരുടെ അഭിപ്രായം ചോദിക്കും. നിങ്ങൾക്ക് ഇപ്പം സാമ്പത്തിക സാക്ഷരതയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിനെ പറ്റി എന്തൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയാമോ? അപ്പൊ നമുക്ക് ഓപ്ഷൻ എ ഉണ്ടാവും അറിയാം, ഓപ്ഷൻ ബി ഉണ്ടാവും കുറച്ചറിയാം, ഓപ്ഷൻ സി ഉണ്ടാവും നല്ല രീതിയിൽ അറിയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ടിക്ക് ചെയ്യുന്നു. ഇതാണ് സർവേ റിസർച്ച് എന്ന് പറയുന്നത്. ആളുകളുടെ അടുത്ത് എന്താ പറയുന്നത്, സർവേ രൂപത്തിൽ അല്ലെ, അതായത് പിന്നെ അവരെ ഒരു ഇന്റർവ്യൂ പോലെ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനർ വഴി ആളുകളുടെ ഒപ്പീനിയൻസും അവരുടെ സ്വഭാവങ്ങളൊക്കെ മനസ്സിലാകാൻ വേണ്ടി നമ്മൾ എന്താണ് നടത്തുന്ന ഒരു ടൈപ്പ് ഓഫ് റിസർച്ച് ആണ് ഈ പറയുന്ന സർവേ റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എന്താണ് ഒബ്സർവേഷൻ മെത്തേഡുകളുണ്ട്. ഒബ്സർവേഷൻ മെത്തേഡ് ഞാൻ മുന്നേ ഡിസ്കസ് ചെയ്തതാണ്. ക്വാളിറ്റേറ്റീവ് റിസർച്ചിന്റെ ഭാഗത്ത് എന്താണ് നമ്മൾ കണ്ടുകൊണ്ട് ഒരു വിഷയത്തെ ഒബ്സർവ് ചെയ്തുകൊണ്ട് നമ്മൾ എന്താണ് അവിടെ ഒരു സ്റ്റഡി നടത്തുകയാണ്. ഇതൊക്കെ ഇപ്പൊ എന്താണ്, ഇതൊക്കെ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിന്റെ ടൈപ്സ് ഓഫ് റിസർച്ചുകളിൽ വരുന്ന കാര്യം കേട്ടോ. പിന്നെ വരുന്നതാണ് എന്ത്, കോറിലേഷൻ റിസർച്ച്. ഓക്കെ, കോറിലേഷൻ റിസർച്ച് എന്ന് പറയുമ്പോൾ എന്താണ്, കോറിലേഷൻ റിസർച്ച് സ്റ്റഡീസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ വേരിയബിൾസ് വിത്തൗട്ട് മാനിപ്പുലേറ്റിംഗ് ദം. ഓക്കെ, അതായത് കോറിലേഷൻ എന്ന് പറയുമ്പം എക്സിൽ എന്തെങ്കിലും മാറ്റം വരുമ്പോൾ വൈയിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ, ഭക്ഷണം ഒരുപാട് കഴിക്കുമ്പോൾ വെയിറ്റ് കൂടുന്നുണ്ടോ, എക്സസൈസ് കൂടുമ്പോൾ വെയിറ്റ് കുറയുന്നുണ്ടോ. കോറിലേഷൻ എന്ന് പറയുമ്പം എക്സ് ഒരു മാറ്റം വരുമ്പം വൈയിലും അതേ സമയത്ത് ഒരു മാറ്റം വരുമ്പോൾ അതിന് നമ്മൾ പറയാം കോറിലേഷൻ. കോറിലേറ്റഡ് ആണ്, രണ്ടും റിലേറ്റഡ് ആണ്, ഒരുമിച്ചിട്ടാണ്. അങ്ങനെയുള്ള റിസർച്ചുകൾ നമ്മൾ പറയുന്ന പേരാണ് കോറിലേഷൻ റിസർച്ച്. അതായത് അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് എക്സസൈസും വെയിറ്റും. എത്ര മണിക്കൂർ എക്സസൈസ് ചെയ്യുമ്പോഴാണ് ഇത്ര കിലോ വെയിറ്റ് കുറയുന്നത്, എത്ര കാലറീസ് കഴിക്കുമ്പോഴാണ് ഇത്ര വെയിറ്റ് കൂടുന്നത്, കോറിലേറ്റഡ് ആണ്. അങ്ങനെയുള്ള റിസർച്ചുകൾ നമ്മൾ എന്ത് പറയാം, കോറിലേഷൻ റിസർച്ച് എന്ന് പറയാം. ഓക്കെ, അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് സ്റ്റഡി അവേഴ്സും അതുപോലെ മാർക്സും. ഓക്കെ, അതായത് എത്ര മണിക്കൂർ പഠിക്കുന്നുണ്ട് അതിനനുസരിച്ച് മാർക്കിൽ എന്തൊക്കെ വ്യത്യാസമാണ് വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് കോറിലേഷൻ റിസർച്ച്. പിന്നെ എന്താണ് എക്സ് പോസ്റ്റ് ഫാക്ടോ റിസർച്ച്. എക്സ് പോസ്റ്റ് ഫാക്ടോ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, ആ പേരിൽ വലിയൊരു കടിച്ചപ്പൊട്ടത്തെ പേരാണെന്ന് ഈസി ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഒരു വിഷയം നടന്നതിന് ശേഷം ആ വിഷയത്തെ പറ്റി പഠിക്കാം. ഒരു നാട്ടില് ഒരു ഫ്ലഡ് സംഭവിച്ചു. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ പ്രളയം സംഭവിച്ചിട്ട് ആ സംഭവിച്ചതിന് ശേഷം എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് നമ്മൾ പഠിക്കുമല്ലോ. അതായത് എക്സ്പോസ്റ്റോ, ഒരു സംഭവം സംഭവിച്ചതിന് ശേഷം നമ്മൾ റിസർച്ച് നടത്തുമ്പോൾ അതാണ് എന്ത് ഈ പറയുന്ന എക്സ്പോസ്റ്റ് ഫാക്ടോ റിസർച്ച് എന്ന് പറയുന്നത്. എക്സ്പോസ്റ്റ് ഫാക്ടോ റിസർച്ച് ഇൻവെസ്റ്റിഗേറ്റ്സ് ദി കോസ് ഓഫ് എൻ ഇവന്റ്. ഒരു വിഷയം, ഒരു ഇവന്റ് നടക്കാനുള്ള കാരണം ആഫ്റ്റർ ഇറ്റ് ഹാസ് ഓൾറെഡി ഒക്കേർഡ്, അത് നടന്നതിന് ശേഷം നമ്മൾ പഠിക്കുമ്പോൾ അതാണ് നമ്മൾ ഈ പറയുന്ന എക്സ് പോസ്റ്റ് ഫാക്ടോ റിസർച്ച്. റിസൾട്ട് ഫസ്റ്റ്, കോസ് ലേറ്റർ. ആദ്യം ഒരു സംഭവിക്കുന്നു, അതിനുശേഷം അതിന്റെ പ്രശ്നത്തെ പറ്റി പഠിക്കുന്നു. ഇതാണ് അതപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടൈപ്സുകൾ. അപ്പൊ ഇതാണ് എന്ത് മേജർ ആയിട്ട് നിങ്ങൾ ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. ഇനി വേറൊരു ടൈപ്സ് ഓഫ് റിസർച്ചുകളുമായിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതായിരിക്കും. ഓക്കെ, സോ ഇതുവരെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവർ നിർബന്ധമായിട്ട് ജോയിൻ ചെയ്യുക. ഇതിന്റെ PPT ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, yeah, so that's all about today's session. So we'll meet you at the next session. Till then, bye.